പല സൗണ്ടിലും കരയുന്നൊരു കിളിയോ? ഓ, ഇതിനൊക്കെ ഇങ്ങനെ കാണുമ്പോ കൊന്നാ തോന്നുന്നു. ഇതെന്താവേ? ഓർക്ക് തൊപ്പി. ഇവിടെ സൗദി തന്നെയുള്ള ഒരു സൂലേക്കാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. സംഭവം സർപ്രൈസ്ഡ് ആയിട്ടാണ് കൊണ്ടുവന്നത്. പക്ഷേ ഇതൊരു ഒന്നൊന്നര സർപ്രൈസ് ആയി പോയിട്ടോ. ഇവിടെ സൗദിയിൽ ഇത്രയും വലിയൊരു സൂ ഉണ്ടെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. അതും ഫുള്ള് പച്ചപ്പും ഹരിതാപും ഉള്ളിൽ കയറിയപ്പോൾ തന്നെ ഫുൾ കിളികളെ സൗണ്ടും നല്ല കാറ്റും തണുപ്പും ഒക്കെ ആയിട്ട് നമ്മൾ നാട്ടിൽ വന്നിട്ടുള്ള ഒരു ഫീൽ കേട്ടോ. വന്ന് കയറി പാട് കണ്ടിട്ടുള്ളത് ഈ ഒരു ബ്ലൂ ആൻഡ് യെല്ലോ കോമ്പിനേഷനിൽ വരുന്ന മെക്കോ പാരറ്റിനെയാണ് കേട്ടോ. അതും നമ്മൾ വീഡിയോസ് എടുക്കുന്ന കണ്ടപ്പോൾ കറക്റ്റായിട്ട് വീഡിയോൻ്റെ മുമ്പിൽ വന്നതാ ഇതുപോലെ പോസ് ചെയ്ത് തന്നു നിന്ന്. പിന്നെ ചെറുതായിട്ട് ഓരോ സൗണ്ടും ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നുണ്ടല്ലോ, ഇവിടെ എത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടുള്ളത് അവിയാണ് കേട്ടോ. കാരണം അവൻ ഈ ആനിമൽസിനെയും ബേഡ്സിനെയും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഒരുവിധം എല്ലാ ആനിമൽസിൻ്റെയും ബേഡ്സിൻ്റെയും പേരും അവനറിയാം. അപ്പോൾ പപ്പയും മോനും കൂടെ അവിടെ പീക്കോക്കിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നോക്കുമ്പോൾ ദാ ഇപ്പുറത്തെ കൂട്ടിലുണ്ടൊരു കാട്ടുപൂച്ച. അതും നമ്മൾ നാട്ടിൽ നിന്ന് കാണുന്ന പോലത്തെ കാട്ടുപൂച്ചയൊന്നുമല്ല കേട്ടോ. കുറച്ചും കൂടെ വലിയ സൈസിൽ ഭീകരനായിട്ടുള്ളൊരു കാട്ടുപൂച്ച. അതിൻ്റെ ഫേസ് കാണുമ്പോൾ തന്നെ പേടിയാവും. പക്ഷേ ആൾ ഫുൾ ടൈം ഇതുപോലെ ഓടിക്കൊണ്ടിരിക്കുക കേട്ടോ. അതുകൊണ്ട് ഫേസ് കറക്റ്റ് വീഡിയോയിൽ കിട്ടുന്നില്ല. ഇതാ പീലി വിരിച്ച് നിൽക്കുന്നത് അഖിലേട്ടാ. വലിയ കാര്യത്തിൽ പീലി വിരിച്ച് നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ട് ആൾക്ക് ശരിക്കും പീലില്ല കേട്ടോ. ഇനി കൊഴിഞ്ഞു പോയതാണോ വെട്ടിക്കളഞ്ഞതാണോ എന്നറിയില്ല. ഇതാ ഇതുപോലെയാണുള്ളത്. എന്തായാലും ഒരു 4-5 പീക്കോക്ക് ഇവിടെ ഉണ്ട്. പിന്നെ ഈ ഒരു സൂ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പേസിലാണ് കേട്ടോ ഈ ഒരു സൂ ഉള്ളത്. അതും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് കുറേ സമയം നടന്ന് കാണാൻ മാത്രമുള്ള സ്ഥലമുണ്ട്. പിന്നെ ഞാൻ നോക്കുമ്പോൾ ദാ ഒരാട്ടുംകുട്ടി, ഒന്നല്ല 2 ആട്ടുംകുട്ടികൾ. അവ ആദ്യമായിട്ടായിരിക്കും കേട്ടോ ആട്ടുംകുട്ടീനെ കാണുന്നത്. അതുകൊണ്ട് അന്തം വിട്ട് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഓട്ടായി ചാട്ടായി ഫുൾ കളിയായിരുന്നു കേട്ടോ. ഇവിടെയാണെങ്കിൽ ആരുമില്ല. നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങിയതുകൊണ്ട് ആരും എത്തി തുടങ്ങിയിട്ടില്ല. സത്യം പറഞ്ഞാൽ നമ്മൾ മാത്രമേ ഇല്ലായിരുന്നു. അതുകൊണ്ട് കുറേ നടന്ന് കാണാൻ പറ്റി. പിന്നെ ഉണ്ടല്ലോ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 2 വയസ്സ് കഴിഞ്ഞ കുട്ടികളെ എന്തായാലും ഒരു സൂല് കൊണ്ടുപോകണം കേട്ടോ. കാരണം നമ്മൾ ബുക്കിൽ മാത്രം പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള ബേഡ്സിനെയും ആനിമൽസിനെയും ഒക്കെ അവർക്ക് നേരിട്ട് കാണാൻ പറ്റുക എന്ന് പറയുമ്പം അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അത് മാത്രമല്ല, ഈ ഒരു പ്രായത്തിൽ അവർ കൂടുതലും ഡൗട്ട് ചോദിച്ച് തുടങ്ങുന്ന സമയമാണ്. അതെന്താ അങ്ങനെ, അതിനെന്താ ഇങ്ങനെ, അങ്ങനെ കുറേ ഡൗട്ട് അവർക്കുണ്ടാവും. പക്ഷെ കുറച്ച് വലുതായി കഴിഞ്ഞാൽ ഇപ്പോൾ പോയി ഇതൊക്കെ കണ്ടതൊന്നും അവർക്ക് ഓർമ്മ ഉണ്ടാവില്ല. പക്ഷെ എന്തായാലും ഇത് അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ദാ ഇവിടെ ഒരാൾ ഭയങ്കര മേക്കപ്പിലാട്ടോ. ആളുടെ ചിറകും തൂവലും ഒക്കെ ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ദാ നേരെ താഴെ ഈ സൈഡിലൊരാളും അപ്പുറത്തെ സൈഡിൽ വേറൊരാളും എന്തോ വലിയ പിണക്കത്തിലാ തോന്നുന്നത്. പരസ്പരം നോക്കുന്ന പോലുമില്ല. ഭയങ്കര വിഷാദത്തെ കുത്തിരിക്കുകയാണ്. എന്നാൽ ഇതൊന്നും മൈൻഡ് ചെയ്യാണ്ട് മുകളിലൊരാൾ മേക്കപ്പിലും. എന്താല്ലേ. പിന്നെ ദാ ഇവിടെ ചെറിയൊരു ഗുഹ പോലെ കണ്ടപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലൊന്ന് കയറി നോക്കിയപ്പം നമ്മളുടെ നാട്ടിലുള്ള ആൾക്കാരൊക്കെയാണ് കേട്ടോ. നാടൻ കോഴിക്കുട്ടുണ്ട്, അതുപോലെ തന്നെ മുയലുണ്ട്, അങ്ങനെ കുറച്ച് ആൾക്കാർ. അവിടെ നിന്ന് പുറത്തിറങ്ങി നേരെ ചെന്നത് ഒരു കടുവേൻ്റെ മുമ്പിലേക്കാട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഇത്രയും അടുത്തുനിന്ന് ഒരു കടുവേനെ കാണുന്നത് ഇത് ആദ്യമായിട്ടാണ്. പിന്നെ അഖിലേട്ടനാണെങ്കിൽ ഇവൻ ഒരുത്തനെ കാണാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് പോകുന്നത്. കാരണം ബാക്കിയുള്ള എല്ലാ സ്ഥലത്തു നിന്നും നമുക്ക് അങ്ങോട്ട് പോവാന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഇവൻ്റെ അടുത്ത് എത്താൻ വേണ്ടിയിട്ടാണെന്ന് ഇവിടെ എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി. 1.5 മണിക്കൂറാണ് ഈ കൂടിന് മുന്നിൽ വായി നോക്കി നിന്നത്. ലാസ്റ്റ് അപ്പുറത്തെ കൂട്ടി കിടക്കുന്ന ഹൈന വരെ എണീറ്റോടി. മങ്കൂസ്. പിന്നെ ഇവിടെ എനിക്കും അവിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഇവനെയാണ് കേട്ടോ. ആളുടെ ഓരോ കളികൾ കാണാനും 2 കാലിൽ നിൽക്കുന്നത് കാണാനും ഒക്കെ നല്ല രസമുണ്ട്. ഇതൊരെണ്ണത്തിനെ വളർത്താൻ കിട്ടിയാൽ സമയം പോണത് അറിയില്ല. പിന്നെ കുറേ ബേഡ്സുകളാണ് കേട്ടോ ഉള്ളത്. പലതരം തത്തകളും ലവ് ബേഡ്സും ഒക്കെ ആയിട്ട് കുറേ ഉണ്ട്. അക്കൂട്ടത്തിൽ ഇതാ ഈ ഒരെണ്ണം പല സൗണ്ടിലാണ് കരയുന്നത്. ഒരു സൗണ്ടിലല്ല, മിമിക്രി ഒക്കെ പഠിച്ചിട്ടുള്ള പോലെ പല സൗണ്ടിൽ കരയുന്നുണ്ട്. പല സൗണ്ടിലും കരയുന്നൊരു കിളിയോ? ലാസ്റ്റ് ഒരു കോണിംബെല്ല് പോലത്തെ സൗണ്ടും ഭയങ്കര കോമഡി ആയിപ്പോയിട്ടോ.
പിന്നെ ദാ ഇവിടെ കുറേ സിംഹങ്ങളുണ്ട്. പക്ഷേ ആൺസിംഹങ്ങളല്ല കേട്ടോ, എല്ലാം പെണ്ണുങ്ങളാണ്. അതൊരു 3-4 ഉണ്ട്. പിന്നെ ഇവിടെ എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നിയത് ഇതിൻ്റെ ഒന്നിൻ്റെയും മുമ്പിൽ ഇത് ഏത് രാജ്യത്തെയാണെന്നോ ഇതിൻ്റെ പേരെന്താണെന്നോ ഒന്നും എഴുതി വെച്ചിട്ടില്ല. അപ്പോൾ ഇതൊക്കെ നമുക്ക് അറിയാം, പക്ഷെ അറിയാത്ത കുറേ എണ്ണുണ്ട്. അതിൻ്റെ ഒന്നും പേരെന്താണ് കാര്യങ്ങളൊന്നും ഡീറ്റെയിൽസ് കൊടുത്തിട്ടില്ല. അപ്പോൾ അതൊരു നെഗറ്റീവായിട്ട് തോന്നിട്ടോ. പിന്നെ കുറച്ചൊക്കെ കൊടുത്തിട്ടുള്ളത് അറബിയിലാണ്, അത് നമുക്ക് മനസ്സിലാവില്ലല്ലോ. പിന്നെ അതാ ഈ ഒരു കൂട്ടിലെത്തിയപ്പം താഴെ ഒന്നിനും കാണുന്നില്ല കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ച ഒഴിഞ്ഞ കൂടെ ഇരിക്കുന്നു. പിന്നെ അതാ മുകളിൽ നോക്കുമ്പോൾ എല്ലെണ്ണം വരിക്ക് എന്തോ സമ്മേളനമൊക്കെ വിളിച്ച പോലെ മുകളിൽ വരിക്ക് കയറി നിൽക്കുന്നുണ്ട്. ഇതിൻ്റെയും പേരെന്താണെന്നൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. അതുകൊണ്ട് എന്താ ഇത് ഐറ്റം എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ തൊട്ടടുത്തൊരു ഒട്ടകപ്പക്ഷി ഉണ്ടായിരുന്നു. പക്ഷെ അത് അങ്ങോട്ട് തിരിഞ്ഞു നിന്ന് വെള്ളം കുടിക്കുക. അപ്പോൾ പിന്നെ ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് വിചാരിച്ച് നമ്മൾ അടുത്ത കൂട്ടിലേക്ക് പോയി. ഇവിടെയാണെങ്കിൽ ഒരു മുള്ളംപന്നീനെ അവി പറയുന്നത് കേൾക്കാൻ നല്ല രസാട്ടോ. എന്താണ് അശ്വത്? എന്താ സാധനോ? ചെറിയ കങ്കാരുവിന്റെ പോലെ തോന്നുന്നുണ്ട്, പക്ഷെ നടക്കുന്ന നോക്കിയാ ഇതെന്താ? അറേബ്യൻ. വാവ്, ചിത്രം വരച്ച പോലെ ഉണ്ട് കേട്ടോ. അതിന്റെ പുറത്ത് നോക്കിയാ ഹായ്, സുഖല്ലേ? ഓ, യമുവിന്റെ ഇറച്ചി കിട്ടും. ഇതെങ്ങനെയാ ഇതിനെയൊക്കെ കാണുമ്പോ അതിനെ കൊന്നു തിന്നാൻ തോന്നുന്നത്? മോശപ്പെടുക്കട്ടെ. ശരിക്കും യമുവിൻ്റെ സൗണ്ട് ബുള്ളറ്റ് സ്റ്റാർട്ടാക്കിയ പോലെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് കുറേ കുതിര, മാന്, കഴുത, പിന്നെ വൈൽഡ് ബീസ്റ്റ്, അങ്ങനെ കുറേ കണ്ട്. മൂളിക്കൊണ്ടിരിക്കുന്നതാ നല്ല. ഇതൊന്നും എനിക്കറിയില്ല. പിന്നെ നമ്മൾ ഫസ്റ്റ് കണ്ടിട്ടുള്ള ആ ഒരു തത്തൻ്റെ റെഡ് ആൻഡ് ബ്ലൂ കോമ്പിനേഷനിൽ വരുന്ന തത്തനെ കണ്ടിട്ടോ. അതുപോലെ തന്നെ ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് മാനാണ് കേട്ടോ. കുറേ ടൈപ്പ് മാനുകൾ ഉണ്ടായിരുന്നു. കണ്ടു നടന്ന് ഇപ്പോൾ ഉച്ചയായിട്ടോ. അപ്പോൾ ചെറുതായിട്ട് വിശക്കാൻ തുടങ്ങിയപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ചെറിയൊരു കഫേ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ലൈറ്റായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് നല്ല വെയിലാണ്. ഇതിൻ്റെ ഉള്ളിൽ വലിയ ചൂടൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ പച്ചപ്പും കുറേ മരങ്ങളും ചെറിയ കാറ്റും ഒക്കെ ഉള്ളതുകൊണ്ട് ചൂടൊന്നും അങ്ങനെ അറിയുന്നില്ല. പിന്നെ ചിമ്പാൻസി ഉണ്ടായിരുന്നു. അതിൻ്റെ അടുത്താണെങ്കിൽ കുറേ കുട്ടികൾ. ഇപ്പോൾ ഉച്ചയായപ്പം കുറേ പേര് വന്നിട്ടുണ്ട്. അപ്പോൾ ചിമ്പാൻസിൻ്റെ അടുത്ത് നിറച്ച ആൾക്കാരാണ്. അതുകൊണ്ട് അത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ വേറെ കുറേ ടൈപ്പ് കുരങ്ങന്മാരുണ്ട്. ഇതിൻ്റെ ഒന്നും പേരെഴുതി വെക്കാത്തതുകൊണ്ട് എന്താ ഏതാണെന്നൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷേ നമ്മളുടെ നാട്ടിലത്തെ അങ്ങനത്തെ കുരങ്ങനെയൊക്കെ കണ്ടിട്ടോ. നമ്മുടെ നാട്ടിൽ വയനാടൊക്കെ പോകുമ്പം കാണുന്ന അങ്ങനത്തെ കുരങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇങ്ക കുടിച്ചാണ്. പിന്നെ യമണ്ടൻ സൈസ് ഒരു ആമനെ കണ്ടിട്ടോ. അതുപോലെ തന്നെ അവ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തിട്ടുള്ള ഒരാളെ ഇവിടെ എത്തിപ്പം കണ്ട്. നമ്മുടെ കാക്ക. നാട്ടിൽ നിന്ന് കാക്കനെ കാണാണ്ട് അവൻ ചോറും കഞ്ഞും ഒന്നും കുടിക്കില്ല. ഇവിടെ എത്തിയവരെ കാക്കനെ മഷിയിട്ട് നോക്കിയാൽ പോലും കാണൂലല്ലോ. അവസാനതാ ഇവിടെ നിന്ന് നമ്മളൊരു കാക്കനെ കണ്ടിട്ടോ. അങ്ങനെ അവരെയൊക്കെ കണ്ട സന്തോഷത്തിൽ നമ്മൾ ഇല്ലുമിനാട്ടി പാട്ടും വെച്ച് തുള്ളി കളിച്ചിട്ടാണ് കേട്ടോ വീട്ടിലേക്ക് പോണത്. പിന്നെ ഈ ഒരു ഏരിയ സിറ്റിയിൽ നിന്ന് കുറച്ച് മാറിയതായതുകൊണ്ട് ഫുൾ മരങ്ങളും പനകളും ഒക്കെ ആയിട്ട് പച്ചപ്പ് നിറഞ്ഞു കിടക്കുകയാണ്.